ആ ഇവരിറങ്ങായി. നിന്നെ കണ്ടില്ലെന്ന് പറയുകയായിരുന്നു. പുള്ളിക്കാരൻ നല്ല തിരക്കിലാ. ഗിന്നസ് ബുക്കിൽ കയറാൻ പോവുകയല്ലേ. കേരളത്തിൽ PSC ടെസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ എഴുതിയവൻ. എത്ര തവണ എഴുതിയടാ? നിനക്ക് ഓർമ്മ കാണില്ല, പക്ഷെ എനിക്കറിയാം 39 തവണ. ഇനി എഴുതാൻ പറ്റൂല, കാരണം ഏജ് ഓവറായില്ലേ. ഇനി PSC ടെസ്റ്റിന്റെ പേര് പറഞ്ഞ് മുകളിൽ കഥ അവിടെ തിരിക്കാൻ പറ്റില്ല. എന്നോട് നാളെ മുതൽ ഷോപ്പിൽ വന്നേക്കണം, മനസ്സിലായ? അല്ല നിഷിമ എന്നാ യൂസഫ് പോന്നെ? അത് ഈ വ്യാഴാഴ്ച. അവൾ ഇന്നിപ്പോ ചെന്നൈയിൽ എത്തും. ഡാ, നീ മോളെ കൂട്ടാൻ പോകുന്നില്ലേ? കാർ എടുക്കാൻ സഞ്ജു വരുമല്ലോ. എന്താടാ വായിക്കാത്ത? ഒന്നും മിണ്ടാത്ത? വായിക്കാത്ത എന്താന്ന്? എന്നോടാ ചോദിച്ചത്. ചോദിക്കമ്മ, എന്നോട് പലവണ പറഞ്ഞില്ലേ ഇതൊന്നും വായിക്കാത്തിട്ട്? ആ ശരി, വിലാസിനോട് അന്വേഷണം പറയണേ. ഇതിനൊരു മാറ്റമില്ലല്ലോ. ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞതാ ആരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യരുതെന്ന്, പേടിപ്പിച്ച് വളർത്തരുതെന്ന് ഞാൻ ചെറുപ്പത്തിലേ പറയുന്നതാ. അപ്പൊ എന്താ പറയാ, നമ്മുടെ മോൻ എവിടെയും പിന്നിലായി പോവാൻ പാടില്ലെന്ന്. എന്നിട്ടിപ്പോ എന്തായി? ഇവനെക്കാൾ പിന്നിൽ ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ? ആ സഞ്ജു വന്നല്ലോ. പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്താ, ഫിനാലി വിറ്റ് 4 കാശുണ്ടാക്കുന്നുണ്ട്. കണ്ട് പടിയടാ. കൂടെ ഡ്രൈവിംഗ് പണി എടുക്കുന്നു ഇവിടെ ഒരുത്തൻ. അമ്മേ, ഞാൻ 2 മിനിറ്റ് ലേറ്റായോ? വരുന്ന വഴി കുറച്ച് പ്രോഡക്ട്സ് ഇറക്കി എടുക്കാനുണ്ടായിരുന്നു. ഡാ വിനു, ഇറങ്ങല്ലേ? ഇനി ലേറ്റാ നിഷ്മയുടെ വായിരിക്കുന്നത് കണ്ടി കേട്ടോ. വണ്ടി ഇവനെ കൊണ്ട് തൊടിക്കല്ലേ? ഇല്ലച്ചാ, ഒന്ന് അനങ്ങി നടക്കടാ. എനിക്ക് ലൈസൻസ് ഒക്കെ ഉള്ളതല്ലേ, വണ്ടി തുടിക്കാതെ എങ്ങനെ കൈ തെളിയുന്നത്? എനിക്കറിയില്ല. വണ്ടി ഓടിച്ച് പഠിക്കണ്ടേ? അയ്യോ, ട്രാഫിക്കാണ്. എന്താണ് വണ്ടി നിനക്ക് പറ്റുന്ന പണിയല്ല. ഈ വണ്ടി ഇതൊരു മാറ്റാറായില്ലേ? അവിടെ ഞാൻ ഈ പറയണ ഈ പാട്ട വണ്ടി ഒന്ന് മാറ്റാൻ നോക്കിക്കോ. US എത്തിയാണ്ടല്ലോ ഒരു ചില്ലി കാശ് ഞാൻ അയച്ചു തരില്ല. എല്ലാം അവിടെ അടിച്ചു വിളിച്ച് ഞാൻ കളയും. ഞാൻ എന്തിനാ അയക്കണത് കാശ്? ഓ, നിങ്ങൾക്കിവിടെ പിശിക്ക് ജീവിക്കാനല്ലേ? കാശെല്ലാം കൂടെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കരുത്. നീ അടിച്ചു പൊളിച്ച് കളയുകയും ചെയ്യരുത്. നിന്റെ ഭാവിയിലേക്ക് എന്തെങ്കിലും കരുതി വെക്കണം. എന്ത് ഭാവി അല്ലടാ? അതെ, ആദ്യം ഒരു നല്ല റെസ്റ്റോറൻറ്റിലേക്ക് വിടും. മനുഷ്യന് വിശന്നിട്ട് പോയാ. ഓ, ഇതിന് ചൂടില്ല. വണ്ടി കഴിയുടെ ഒറ്റയ്ക്കായോ പട്ടം പോലെ പൊട്ടിപ്പോയോ ഉച്ചിമേലെ ഉച്ചച്ചൂടോ വട്ടം പോലെ ചുറ്റിപ്പോ. പിന്നെ വെളിയിലാരും തൂക്കും. തൂക്കവിടെ. എന്താ പേര്? ഞാൻ വിനിത്. അവിടെ വർക്ക്ഷോപ്പ് നടത്തുന്നു. അവിടുത്തെയാ? ആ, പണിയാൻ വേറെ ആളുണ്ട്. ഓ, 6 കടയും എൻ്റെ അച്ഛൻ്റെ. ആ പുള്ളിയുടെ അനിയന്തിയാ ഞങ്ങൾ എടുത്തേക്കുന്നത്. പിന്നെ സിസ്റ്റർമാരെ അളിയന്മാരെ കൂടി വന്നില്ലേ, അവരങ്ങനെ എടുത്ത്. സ്വന്തം ഷോപ്പാണോ? ഞാൻ അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പൊ അച്ഛൻ ഈ റിട്ടയർമെന്റ് ലൈഫ് എന്തെങ്കിലും എൻഗേജ്മെന്റ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാ. എന്ത് ചെയ്യുന്നു? ഞാൻ റിയൽ എസ്റ്റേറ്റ്. പട്ടം പോലെ പൊട്ടിപ്പോയോ ഉച്ചിമേലെ ഉച്ചച്ചൂടോ വട്ടം പോലെ ചുറ്റിപ്പോയോ മച്ചിന്മേലെ കളിക്കാതെ അങ്ങോട്ട് കൊണ്ടുപോയടാ. പട്ടം പോലെ തന്നെ വെക്കടാ. നിങ്ങൾ എത്ര പേരുണ്ട്? ആ ശരി, ഞാൻ നോക്കിയിട്ട് വിളിക്കാം. ഇതായിരുന്നാ മോളെ. കൊള്ളാലോ. മയോണൈസ് അല്ലേ? അമ്മ
മയണീസ് ആ റെഡി. ലക്ഷ്മി നീ ഇവളടുത്ത് പറഞ്ഞോ? മോളെ, ചെങ്ങോട്ടുകാവിലെ സ്ഥലം നിന്റെ പേരിൽ എഴുതിയിരിക്കുക. അവിടെ നീ നല്ലൊരു വീട് വെക്കണം. ഞാൻ നോക്കിയിട്ട് ഫ്ലാറ്റാ സൗകര്യം. നിങ്ങൾ രണ്ടുപേരുടെയെങ്കിലും അത്യാവശ്യം പൈസ ഇല്ലേ? സിറ്റിയിലൊരു ഫ്ലാറ്റ് വാങ്ങിക്കും. അതാകുമ്പോൾ ആ ലൈഫും കൂടെ അങ്ങ് എൻജോയ് ചെയ്യാമല്ലോ. അതൊക്കെ നീ കല്യാണം കഴിഞ്ഞ് നീ നിന്റെ കെട്ടിയും കൂടെ അങ്ങ് വാങ്ങിച്ചാൽ മതി. എത്രയും പെട്ടെന്ന് വേണം കല്യാണം. ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതെ, നമ്മൾ റിട്ടയർഡ് സർവേയുടെ എൻ്റെ പൊന്നച്ഛ, അച്ഛനെ പോലുള്ള ഉദ്യോഗസ്ഥരെയും പ്രൊഫഷണൽസിനെയും ഒന്നും എൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കല്ലേ. എനിക്ക് ആവശ്യത്തിനുള്ള പൈസ ഞാൻ സമ്പാദിക്കുന്നുണ്ട്. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു കോന്തനായ മതി. അല്ല വിൻചേട്ടാ? ആ ബെസ്റ്റ്. വേലയെങ്കിലല്ലാത്ത ഇവനെയാണ് നീ സപ്പോർട്ടിന് വിളിക്കുന്നത്. എന്തായാലും നീ കെട്ടാൻ പോണ ഒരുത്തിന് ജോലി വേണം. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവനൊരു ആലോചന പോലും വരാത്തത്. ഇനിയും വരുന്നവരത് എന്ത് പറയാൻ? നല്ല രീതിയിൽ ചിക്കൻ ചൂടെന്ന് പറയാനാ. ഉപദേശം ചോദിക്കാൻ പറ്റിയ ആള്. ഹലോ, ഇതെന്താ പലഹാരമൊക്കെയായിട്ട്? നാളെ സിസ്റ്റർ US പോകുന്നു. ഓ, സിസ്റ്റർ മാരേജ് ഒക്കെ ശരിയായോ? ഇല്ല, നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ എന്തേ? ഒന്നുമില്ല. നിങ്ങളുടെ സിസ്റ്ററെ കിട്ടുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ US പറക്കല്ലേ. പിന്നെ നിങ്ങളുടെ സ്വത്തിന്റെ പകുതി. എന്ത് സ്വത്താണ്? ഇന്നലെ തന്നെ ബാർബിക്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അച്ഛനോടും ഉമ്മയോടും പറഞ്ഞു, എൻ്റെ സ്വത്തെല്ലാം അവളുടെ പേരിൽ അങ്ങ് എഴുതി കൊടുക്കാൻ. ഇതിനൊന്നും ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശിഷ്ടകാലം അച്ഛനും അമ്മയും നോക്കി ഹാപ്പി ആയിട്ടിരിക്കണമെന്ന്. കാശ് ഞാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പെങ്ങളാന്ന് കരുതി എല്ലാത്തിനും അങ്ങനെ കൊടുക്കരുത്. എൻ്റെ അനുഭവം തന്നെ വെച്ച് പറയാ. അവകാശങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങണം. എന്തിനാ ഈ അവകാശമൊക്കെ? ഈ കുറച്ചു നാൾ മുമ്പേ ചെങ്ങോട്ടുകാവിൽ ഞാൻ കുറച്ച് സ്ഥലം എടുത്തു. ചെങ്ങോട്ടുകാവിലോ? അത് ഞാൻ അച്ഛൻ്റെ പേരല്ല രജിസ്റ്റർ ചെയ്തിരുന്നു. ഇന്നലെ എല്ലാവർക്കും കൂടെ ഒരേ നിർബന്ധം, അത് എൻ്റെ പേരിൽ തന്നെ തിരിച്ചെഴുതാൻ. ഞാൻ പറഞ്ഞു പേരിലൊക്കെ എന്തിരിക്കുന്നു, പെങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. ശരിയെന്നാ ഞാൻ കുടിച്ചല്ലേ. എന്ത് നല്ല മനുഷ്യൻ. കിട്ടി. കിട്ടിയാണോ? അതെല്ലാം വെയിറ്റ് നോക്കി വെച്ചോ. ഇതുപോലെ ആ മോളെ, ഇതിങ്ങനെ ചുറ്റി വെക്കാം. എന്നാ പിന്നെ ലീക്ക് ആവില്ല. വെച്ചോ വെച്ചോ. അതെ, എന്നെ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവളെ പോലെ അമേരിക്കയിലെത്തിയനെ. അമേരിക്കയിലല്ലടാ, നിന്റെ ഈ പഠിത്തം വെച്ച് അമേരിക്കയിലല്ല ചന്ദ്രനിലെത്തും. ഡിഗ്രി എടുത്ത് എത്ര വർഷം കൊണ്ടാ? 1 2 അല്ല, 6 വർഷം. നീ ഒരു കാര്യം ചെയ്യ്, ഈ പെട്ടിയൊക്കെ എടുത്ത് കാറി കൊണ്ടുപോയി. നിന്നെ കൊണ്ട് അതേ പറ്റൂ. അമേരിക്കയിൽ പോകണം പോലും. മോളെ, അതൊക്കെ എടുത്ത് മറക്കാതെ ആത്തുപോയി. അച്ഛൻ ഇത് എന്താച്ചാ? അവനൊരു തമാശ പറഞ്ഞല്ലേ. നിങ്ങൾ എന്തിനാ അതേ കയറി പിടിച്ച? നിങ്ങൾക്ക് എപ്പോഴും ഉള്ളതാ സിറ്റുവേഷൻ നോക്കാതെ ഒരു പെരുമാറ്റം. ഓ, അമ്മ പറഞ്ഞ ശരിയല്ലേ? പാവം ചേട്ടൻ. ഒയ്യാണമെയും ചേരാ അയ്യക്കേസാ തീരാതായാസാ ചെമോഷം തോന്യാസാ കുസലില്ലാസാ സകാമ ജീവാസാ സമയായി ഇറങ്ങണ്ടേ? ഹലോ, സമയായി ഇറങ്ങണ്ടേ? ഇതുവരെ വിട്ടില്ലേ പിന്നോട്ടാ?
അച്ഛൻ്റെ സ്വഭാവം അറിയില്ലേ ബിനുവേട്ടന്? വാ. ഞാൻ വരുന്നില്ല. ഏ? എന്നാ റെസ്റ്റ് എടുക്ക. ഞങ്ങൾ ഇറങ്ങട്ടെ? എത്തിയിട്ട് വിളിക്കാം കേട്ടോ. ശരിക്കും ചേട്ടനെ ഇഷ്ടമായിരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ താൻ മാത്രം പറഞ്ഞാൽ മതിയോ? ഡോ പാർക്കർ പേരെ എന്നാ കണ്ടുപിടിച്ചത് തനിക്കറിയോ? കമ്പനി ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞിട്ട് അവർ പേര തന്നെ കണ്ടുപിടിച്ചത് അറിയോ? തനിക്ക് ഇനി ചരിത്രം അറിയണോ? 2ാം ലോക മഹായുദ്ധം അന്ന് ഹിറ്റ്ലർ ചത്തു. അവര് തോൽവി സംബന്ധിച്ച് ഒപ്പിട്ട് കൊടുത്ത ഏത് പേര ഉണ്ടാ? പാർക്കറും ഉണ്ട്. അതും ആ പേന അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട്. ആരോടാ ഈ തർക്കിക്കണേ? അതും ഒരു തഹസിൽദാരായിരുന്ന എന്നോട്. പാർക്കർ തന്നെയാണ് ഷീഫേഴ്സിനെ കാട്ടിയും വലുത്. മനസ്സിലായ? ആ ശരി. പാർക്കറാണ് ഷീഫറിനേക്കാൾ നല്ലതെന്ന് അച്ഛനോട് ആരാ പറഞ്ഞത്? എന്ത്? പാർക്കറാണ് ഷീഫറിനേക്കാൾ നല്ലതെന്ന് അച്ഛനോട് ആരാ പറഞ്ഞതെന്ന്? പാർക്കറാണെന്ന് ഞാൻ പറഞ്ഞ നിനക്കെന്താ പ്രശ്നം? ഷീഫറാണെന്ന് പറഞ്ഞാൽ അച്ഛനെന്താ പ്രശ്നം? അങ്ങനെ പാർക്കറും ഷീഫറും തമ്മിൽ ലോകത്തെവിടെയെങ്കിലും വല്ല മത്സരം നടന്നിട്ടുണ്ടോ? അതിൽ പാർക്കർ വിജയിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ ഈ പറയുന്നതെന്ന്? ഞാൻ നിന്നെ പോലെ അടിസ്ഥാനമില്ലാതെ സംസാരിക്കുന്ന ഒരാളല്ല. തഹസിൽദാരായിരുന്നടാ, മനസ്സിലായ? അല്ലാതെ നിന്നെ പോലെ ഒന്നിനും കൊള്ളാത്ത ഒരുത്തനല്ല. ഒന്നിനും കൊള്ളാത്തവൻ ഞാൻ. അത് കൊള്ളാം. അത് കൊള്ളാം. കൊള്ളാം. നിങ്ങൾ കൊള്ളാവുന്ന ആൾക്കാരായതുകൊണ്ടാണല്ലോ സ്വന്തം മകൻ ഐസിയുയിൽ വെന്ത് മരിക്കാൻ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് സെക്സ് ചെയ്യാൻ പറ്റും. അല്ലേ? എന്നിട്ട് അതിലൊരു മകളുണ്ടാകുന്നു. ഇതൊക്കെ കൊള്ളാവുന്ന രീതിയാണല്ലോ അല്ലേ? കൊള്ളാം. നിങ്ങളെയൊക്കെ സമ്മതിക്കണം. അച്ഛനും അമ്മയും മക്കളെ സ്നേഹിച്ചെന്ന്. 3 മാസം എൻ്റെ ഷെബിമോനകത്ത് കടന്നത്. അവൻ പോകുന്നവരെ ഞാൻ അവനെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. നിനക്ക് എന്തറിയടാ? 3 മാസം. 3 മാസം. വെറും 3 മാസം നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല അല്ലേ? കൊള്ളാം.
ടീച്ചറും കൊള്ളാം, തഹസീൽദാരും കൊള്ളാം. മകൻ വെന്തളിഞ്ഞ് ചാകാൻ കിടക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്നാ? കൊള്ളാം. എന്റെ ചേട്ടനെ നിങ്ങൾ സ്നേഹിച്ചിരുന്നല്ലേ? കൊള്ളാം കൊള്ളാം.